ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് കൂടുതലും. വരവിനേക്കാളും കൂടുതൽ ചിലവേറുന്ന സമ്പ്രദായം. നമ്മളുടെ ജീവിത രീതികളുടെ മാറ്റപ്രകാരം സാധനങ്ങളുടെ വില കൂടി അതിനുള്ള വരുമാനം നമ്മൾക്ക് വരാതാവും എന്നൊക്കെയാണ് പലരും പറയുക. പക്ഷേ വരവിൻ്റെ ഒരു 1/4 ഭാഗം ചിലവാക്കി 1/4 ഭാഗം നമുക്ക് നാളേക്ക് വേണ്ടി മാറ്റി വച്ചില്ലെങ്കിൽ അവിടെ ദൈവത്തെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇങ്ങനെ 1/4 ഭാഗം മാറ്റി വെച്ചാൽ അത് ആശുപത്രിയിലേക്ക് പോവുക, അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള അനാവത്ത ചിലവുകൾ വരിക, അല്ലെങ്കിൽ ആവശ്യമുള്ള അടിയന്തിരങ്ങൾ കല്യാണങ്ങളൊക്കെ വരിക, എന്താണെങ്കിലും വീട്ടിൽ പൈസ ഇരിക്കാത്ത ഒരവസ്ഥ വരിക. അതിനെന്ത് വേണം വെച്ചാൽ ഒന്നുകിൽ വീടിൻ്റെ ദോഷമാണോ എന്ന് നോക്കണം. വീടിൻ്റെ കണക്ക് തെറ്റിക്കിടന്നാൽ അവിടേക്ക് പൈസ ഒന്നും കയറില്ല. ആ പൈസ വരണമെങ്കിൽ അവിടെ സ്ഥലസംബന്ധമായ ക്ലേശങ്ങളോ അല്ലെങ്കിൽ അഗ്നികോണിൽ ബാത്റൂമുകളോ അങ്ങനെ വല്ല വിഷയങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതിനെ പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടിൽ പൈസ ഇരിക്കുള്ളൂ, ഒരു സ്വസ്ഥത സമാധാനം വരുള്ളൂ. അല്ലാതെ സ്വസ്ഥത സമാധാനം വരില്ല. അതിന് വേണ്ടുന്ന ചെറിയൊരു ക്രിയ, വീട് നമ്മളൊന്ന് വാസ്തുവിൻ്റെ ആൾക്കാരെ കൊണ്ടൊന്ന് ചെക്ക് ചെയ്യിക്കുക. അതിനുശേഷം നമ്മളുടെ പൂർവികരെ ആദരിക്കുന്ന ആ ദർഭയിലേക്ക് അർഘ്യം കൊടുത്ത് ആദരിക്കുന്ന ഒരു ക്രിയ ഞാൻ മുൻ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അത് നിങ്ങൾ ദിവസവും അനുവർത്തിക്കുക. പിന്നെ അതുകൂടാതെ ഞാൻ ഇന്ന് പറയുന്ന ഈ ക്രിയ ചെയ്യുക. ഡെഫിനറ്റായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പൈസ വന്ന് ചേർന്നിരിക്കും. നിങ്ങളുടെ വീട്ടിൽ പൈസ ഇരിക്കും. അതിന് വേണ്ടുന്നൊരു ക്രിയയാണ് മഹാലക്ഷ്മി വിളക്ക് നമ്മുടെ വീട്ടിൽ കൊളുത്തുക. അതിനെന്ത് വേണമെന്നുള്ള ആദ്യം തന്നെ നമ്മുടെ ഇത്തരത്തിലൊരു തളിക, ഇല്ലെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ഒരു സ്റ്റീലിൻ്റെ ആയാലും ഒരു പാത്രം നമ്മൾ സംഘടിപ്പിക്കുക. തുടങ്ങുക നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. അതിനുശേഷം ഒരു വലിയ ചിരാത് ഒരെണ്ണം വാങ്ങണം. ഇതുപോലെ ഒരു ചിരാത് വാങ്ങണം. അത് തളികയിൽ വയ്ക്കണം. ഇത് വടക്കോട്ട് തിരിച്ച് തന്നെ വയ്ക്കണം. ശേഷം ഇതിൽ ഉപ്പിടണം. ഒരു 1/4 ഭാഗം അരഭാഗത്തോളം കല്ലുപ്പ് തന്നെ ഇടണം. കല്ലുപ്പിട്ടതിന് ശേഷം അതിൻ്റെ മീതെ 2 വെറ്റില എടുത്ത് ഈ വെറ്റിലയുടെ ഈ കടവശം, ഈ ഞെട്ടിയുടെ വശമാണ് ചേഷ്ട ഭഗവതി ഇവിടെ കൂടിയിരിക്കുന്നു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് നമ്മൾ മുറുക്കുന്ന ആൾക്കാർ, വെറ്റില മുറുക്കാൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇത് കാട്ടിക്കളയുക. അതുപോലെ തന്നെ ഈ തുമ്പിൻ്റെ ഭാഗമാണ് മഹാലക്ഷ്മി കൂടിയിരിക്കുന്നത് എന്ന് പറയണം. അപ്പോൾ മഹാലക്ഷ്മിയെ നമ്മൾ കടിച്ച് തുപ്പാൻ പാടില്ല. അതുകൊണ്ട് അവരത് ഒന്ന് പൊട്ടിച്ച് ശിരസിൽ വയ്ക്കും എന്നായി കാണാം. ഇവിടെ നമ്മൾ ഈ കടാര ഭാഗം ഞെട്ടി മാത്രം കളഞ്ഞാൽ മതി. കൈ കൊണ്ട് തന്നെ നുള്ളണം, ആയുധങ്ങളെ കൊണ്ട് കളയരുത്. ഈ തുമ്പ് ഇങ്ങനെ നിർത്തണം. മഹാലക്ഷ്മി സാന്നിധ്യം ഇവിടെ ഉണ്ടാവണം എന്ന സങ്കല്പത്തിൽ ഇതിൻ്റെ മുകളിൽ ഈ വെറ്റില ഇങ്ങനെ വയ്ക്കണം.
വെറ്റില വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മഞ്ഞൾപ്പൊടി തൂളണം. മഞ്ഞൾപ്പൊടി ഇടണം, നന്നായിട്ട് തന്നെ ഇടണം. ആ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിൽ മറ്റൊരു വെറ്റില കൂടി വയ്ക്കണം. ആ വെറ്റിലയിൽ കുങ്കുമം, ചുവന്ന കുങ്കുമം തന്നെ നിറയ്ക്കണം. ബ്രൗണോ പച്ചയോ നീലയോ ഒന്നും പാടില്ല. ആ കുങ്കുമം നിറച്ചതിന് ശേഷം ആ കുങ്കുമത്തിന് മുകളിൽ ഒരു ഒറ്റ കോയിൻ വയ്ക്കുക. ഒറ്റ കോയിൻ തന്നെ വയ്ക്കണം. ഈ കോയിൻ നമ്മൾ എല്ലാ ആഴ്ചയും റിപ്പീറ്റ് ചെയ്യാൻ, മാറ്റി കഴുകിയെടുത്ത് വയ്ക്കാം. ഇത് ചെയ്യേണ്ടത് എല്ലാ വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടത്. ഈ കുങ്കുമത്തിന് മീതെ 1 രൂപ വെച്ചതിന് ശേഷം ഒരു ചെരാത്, മണ്ണിൻ്റെ തന്നെ ചെരാത് വേണം. ഒരിക്കലും പിച്ചള അങ്ങനെ ഒന്നും വയ്ക്കരുത്, മണ്ണ് തന്നെ വയ്ക്കണം. മണ്ണിന് അത്രയും ശക്തിയുണ്ട്. ആ മണ്ണിൻ്റെ ഒരു ചെരാത് വെച്ച് ചൊവ്വ വെള്ളി ദിവസം നെയ്യൊഴിച്ച് തന്നെ കത്തിക്കണം. കാലത്തും വൈകിട്ടും കത്തിക്കണം. ബാക്കിയുള്ള ദിവസങ്ങളിൽ എണ്ണയോ വെളിച്ചെണ്ണ, ഇനി എന്നും നെയ്യ് കത്തിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പരാമർശിച്ചത്. എന്നും നമ്മൾക്ക് നെയ്യ് ഒഴിക്കാൻ പറ്റുമെങ്കിൽ നെയ്യ് ഒഴിക്കാം. ഇത് കൊളുത്തുന്ന സമയത്ത് ഓം ശ്രീം അഖിലാണ്ട സൗഭാഗ്യധനദാന സമൃദ്ധിം ദേഹിമേ സൗഖ്യം ഭഗവതി ഹരിവല്ലഭേ സ്വാഹ. ഈ മന്ത്രത്താൽ നമ്മൾ ഈ വിളക്ക് കൊളുത്തണം. അതുപോലെ തന്നെ ധനഭൈരവ മന്ത്രം, അതായത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മഹാലക്ഷ്മിക്ക് പരമേശ്വരൻ്റെ ധനഭൈരവ മൂർത്തിയായിരിക്കുന്ന ആ ഭഗവാനാണ് സമ്പത്തിൻ്റെ അധിപതിയായി അരുളപ്പാട് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രം ഓം ശിം ക്ലീം സൗം ധനഭൈരവായ നമ. ഓം നമോ ഭഗവതേ ഓം ശ്രീം ക്ലീം സൗം ധനഭൈരവായ ദേഹി ദേഹി എന്നുള്ളൊരു മന്ത്രം ഞാൻ ഡിസ്കഷനിലിടാം. അതും രണ്ടും കൂടി ചൊല്ലിയിട്ട് ഈ ദീപം കൊളുത്തണം. അതിനുശേഷം ഈ വിളക്ക് വടക്കോട്ട് നാളം വരുന്ന പോലെ തിരിച്ചു വയ്ക്കണം. പെർമനൻ്റ് വടക്കന്നെയായിരിക്കണം. കാരണം അത് വടക്ക് നോക്കി യന്ത്രമുണ്ടെങ്കിൽ ഏറ്റവും നന്നായി. കാരണം നമ്മൾ വീട് വയ്ക്കുന്നത് തന്നെ റോഡിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ് തറ കെട്ടുക. അത് ഒരിക്കലും അങ്ങനെ വീട് ഇനി കെട്ടുന്നവർ കെട്ടരുത്. വടക്ക് നോക്കി ചെയ്തുകൊണ്ട് തന്നെ വീട് കെട്ടണം. നമ്മൾ അമ്പലത്തിന് കുറ്റിയടിക്കുന്ന പോലെ വടക്ക് നോക്കി അത് കറക്റ്റായാൽ ആ വീട്ടിൽ നമ്മൾക്ക് സ്വസ്ഥത സമാധാനം അനുഭവിക്കും. ഈ അമ്പലത്തിനൊക്കെ നിശ്ചയിച്ച് ഒരു 4 ഇഞ്ച് മാറാൻ പാടില്ല. അത്രയും പെർഫെക്റ്റ് വേണം നമ്മുടെ വീടും. ഇതുപോലെ 8 ഒരു വിളക്ക് കൊളുത്തിയതിന് ശേഷം 8 ഒരു പുഷ്പാഞ്ജലി ധനഭൈരവ മന്ത്രത്താലും, 2 മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, മഹാലക്ഷ്മി മന്ത്രത്താലും അർച്ചന 8 ഒരു കുറഞ്ഞത് ചെയ്യണം. ദിവസവും ചെയ്യാം. നിങ്ങൾക്ക് അത്യപൂർവമായ മാറ്റം വന്നിരിക്കും. അതിനുശേഷം എല്ലാ വെള്ളിയാഴ്ചയും ഇത് മാറണം. പൈസ മാറണ്ട, ബാക്കിയൊക്കെ ഉപ്പ് കുങ്കുമൊക്കെ മാറി ചവിട്ടാത്തിരുന്ന സ്ഥലത്തിട്ട് ഇതുപോലെ കഴുകി വീണ്ടും നമ്മൾ വയ്ക്കണം. ഈ വിളക്ക് എവിടെ വെക്കണം എന്നുള്ളത്, പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ മീനം രാശി, അതായത് കിഴക്ക് വടക്കേ കോർണർ, ആ പൂജാമുറി ആണെങ്കിൽ ആ ഭാഗമാണ് ലക്ഷ്മി സാന്നിധ്യം, മഹാവിഷ്ണു സാന്നിധ്യമൊക്കെ പറയാം, ഈശാന കോണെന്നൊക്കെ പറയും. അവിടെ വെച്ചിട്ട് വേണം ഈ വിളക്കൊക്കെ കൊളുത്താൻ. ഇനി ചിലർ പറയും എന്നിട്ട് എനിക്ക് ഫലമില്ലല്ലോ സ്വാമി എന്ന് ചിലർ പറയാറുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പോയി അവരുടെ വീടിൻ്റെ വല്ല ദോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാറ്റം വരും. ചിലർക്ക് ജാതകത്തിൽ നമ്മൾക്കറിയാം, വ്യാഴം മറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 ദോഷം ഉണ്ടെങ്കിൽ അതിൻ്റെ 10 ഇരട്ടിയായിട്ട് നമുക്ക് അനുഭവിക്കും. ഈ വ്യാഴം പ്രസാദിച്ചു, ബൃഹസ്പതി പ്രസാദിച്ചു നിന്നാൽ 1,00,000 ദോഷമുണ്ടെങ്കിലും
അതൊന്നും ഏശില്ല. അല്പം ദോഷങ്ങൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും നമ്മളെ ഏശില്ല എന്ന് പറയാം, അതായത് നമ്മളെ ബാധിക്കില്ല എന്ന് പറയാം. അപ്പോൾ ജാതകത്തിൽ 12-ലുള്ള വ്യാഴമാണോ, 6-ൽ നിൽക്കുന്ന വ്യാഴമാണോ, അഷ്ടമ വ്യാഴമാണോ, അതല്ലെങ്കിൽ മകരം രാശിയിൽ നിൽക്കുന്ന വ്യാഴമാണോ എന്ന് നോക്കിയതിന് ശേഷമാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഫലം കിട്ടാത്തതിൻ്റെ കാരണം. അപ്പോൾ നോക്കുമ്പോൾ ജാതകത്തിൽ മകരം രാശിയിൽ നിൽക്കുന്ന വ്യാഴമായിരിക്കും, അല്ലെങ്കിൽ 12-ാം രാശിയിൽ നിൽക്കുന്ന വ്യാഴമായിരിക്കും. അതിന് വേണ്ടുന്ന ഒരു ക്രിയ കൂടി ഞാൻ അതിൽ പറയാം. പൂജാമുറി ആണെങ്കിൽ പൂജാമുറി, അല്ലെങ്കിൽ കിഴക്കോ പടിഞ്ഞാറോ ഒന്നും വിഷയമല്ലേ. അതിൽ ഭഗവാൻ ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ഒരു ഫോട്ടോ വാങ്ങണം. അതിൻ്റെ വടക്ക് വശത്ത് മഹാലക്ഷ്മിയും തെക്ക് വശത്ത് ഭൂമിദേവിയും ഇരിക്കുന്ന ഗരുഡൻ്റെ കാലിൽ സർപ്പത്തെ പിടിച്ചിരിക്കുന്ന ഒരു രൂപമുണ്ട്. ജാതകത്തിൽ വ്യാഴപ്രീതി കുറഞ്ഞവർ ആ ഫോട്ടോ വച്ച് ആരാധിക്കണം. വിഷ്ണു സഹസ്രനാമം നിത്യം ജപിക്കണം, വിഷ്ണു അഷ്ടകം നിത്യം ജപിക്കുക. എങ്കിൽ മാത്രമേ മക്കളെ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയണ. അങ്ങനെ വ്യാഴം മറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഈ ലക്ഷ്മി വിളക്ക് ഞാൻ പറയുന്ന ഈ കിഴക്ക് വടക്ക് കോണിൽ വെച്ച് ആ ലക്ഷ്മി വിളക്ക് അതിൻ്റെ മുന്നിൽ നിങ്ങൾ കൊളുത്തി വിഷ്ണു സഹസ്രനാമമോ ഭഗവാന്റെ അഷ്ടോത്രോ അല്ലെങ്കിൽ നരസിംഹ മന്ത്രങ്ങളോ പ്രഹ്ലാദ സ്തുതിയോ ഏതോ ആയിക്കോട്ടെ ജപിക്കൂ. നിങ്ങളുടെ ജീവിതത്തിലെ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ കണ്ണുനീര് കൊണ്ട് ഭഗവാന്റെ പാദം നനയ്ക്കൂ, നിങ്ങളുടെ ജീവിതം മാറി മറിയും. ഈ ലക്ഷ്മി വിളക്ക് അവിടെ വെച്ച് ധനഭൈരവ മന്ത്രം ചൊല്ലുക, മഹാലക്ഷ്മി മന്ത്രം, ഈ 2 മന്ത്രങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നിങ്ങൾ ചെയ്ത് നോക്കുക ഇന്ന്. അതിപ്പോൾ ഓടിൻ്റെ പാത്രമില്ലേ സ്വാമി എന്നൊന്നും പറയുന്നു. ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, അലുമിനിയം ഒഴിച്ച് ഒരു പാത്രം വെച്ച് ഇന്ന് തന്നെ തുടങ്ങും, നിങ്ങൾക്ക് മാറ്റം വരും. എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് തരുന്നത് വിശാല മനസ്സുകൊണ്ടാണ് എന്ന് ധരിക്കുന്നവർ വെറുതെ കുറേ എപ്പിസോഡ്, ഒരു കഴമ്പില്ലാത്ത എപ്പിസോഡല്ല എൻ്റെ എപ്പിസോഡ്. നോക്കിയാൽ നിങ്ങൾക്കറിയാം. ഇന്നല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഫലവത്തായ ഓരോ മെസ്സേജാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. അത് ആ മനസ്സിന് നിങ്ങൾക്ക് ആ സ്നേഹം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ, ഗുരുക്കന്മാരുടെ നാമത്തിൽ, 18 സിദ്ധന്മാരുടെ നാമത്തിൽ അപേക്ഷിച്ചു കൊണ്ട് നിർത്തുന്നു. ഹരിയോം നമഃ ശിവായ.